ഈ ഓണത്തിൻ്റെ തലേന്ന് നമ്മൾ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെയാണ് വെഡ്ഡിങ്ങിൻ്റെ നമുക്ക് കുറച്ച് ദിവസം മുന്നേ പർച്ചേസും കാര്യങ്ങളൊക്കെ എത്ര നമ്മൾ ചെയ്തു വെച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ലാസ്റ്റ് പർച്ചേസ് ഡേ ആണ്. ഇനി നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇന്നത്തോടെ വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കാൻ വയ്യ, സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളാവുന്നുണ്ട്. എൻ്റെ കുറേ പരാതി. നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ റൂംസ്, അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റിന് റൂംസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തിരൂർ പ്രോസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള BP അങ്ങാടിയുള്ള ഒരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ അവിടുത്തെ സ്യൂട്ട് റൂമായിട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അവരൊക്കെ അത് ബുക്ക് ചെയ്യാമെന്ന് കരുതി. പിന്നെ നമുക്ക് പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും അവിടെ ഉണ്ട്. അപ്പോൾ രാഹുലിനെ കൂട്ടി തന്നെയാണ് പോയത്. ഞങ്ങൾ ഈ വെഡ്ഡിങ് പർച്ചേസ് ഫുള്ള് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കങ്ങനെ ചെയ്യുമ്പോൾ നല്ല സന്തോഷമാണ് ഉണ്ടാവാറ്. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നു. വേറെ ആരോട് അഭിപ്രായമോ കാര്യങ്ങളോ ചോദിക്കേണ്ട. കാരണം നമ്മുടെ ലൈഫല്ലേ, അത് നമ്മൾ അടിച്ച് പൊളിക്കണമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴാണ് അവൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി അടുത്തത് നോക്കാമെന്ന് കരുതി. അങ്ങനെ അടുത്ത് കണ്ടിട്ടുള്ള ഒരു ബേക്കറി കയറി. അവർ ലൈറ്റായിട്ട് എന്തെങ്കിലും മതി, ഉച്ചയായിരുന്നു ഏറെക്കുറെ. അപ്പോൾ ഞാനൊരു കട്ട്ലേറ്റും അവനൊരു പപ്സും വാങ്ങിച്ചു. പിന്നെ ജ്യൂസ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പപ്സൊക്കെ കഴിച്ചിരിക്കണ ഇരിപ്പാണ് ഈ കാണുന്നത്. പപ്സ് കഴിച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ മേത്തൊക്കെ പൊടിയാവൂല്ലേ. നമുക്ക് പണ്ട് മുതലേ ഉള്ളൊരിതാണ്. ഞാൻ വാങ്ങിച്ചില്ല അത് കാരണം. അവൻ വാങ്ങിച്ചു, അവൻ കഴിച്ചു. ഈ ലിംബ്യനായിട്ടിരിക്കുന്ന കണ്ട അങ്ങനെ അതിൻ്റെ പേരിൽ കുറച്ച് കളിയാക്കലൊക്കെ അവിടെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴാണ് നമ്മുടെ ജ്യൂസ് വന്നത്. അങ്ങനെ അത് കുടിച്ചു. എന്താ പറയുക, എന്തോ വലിക്കാൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നില്ലേ. എനിക്കിത് കണ്ടപ്പോൾ മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം ഫിലിമില്ലേ, അതാണ് കേട്ടോ ഓർമ്മ വന്നത്. കുട്ടി ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ജ്യൂസ്. അതൊക്കെ കഴിഞ്ഞു. നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഗ്രൂം സ്ക്വാഡിലോട്ടാണ്. അവിടെയാണ് അവൻ്റെ വെഡ്ഡിങ്ങിന് ഇടാനുള്ള കുർത്ത നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് അവർ ഹാൻഡ് വർക്ക് ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ട് അത് റിട്ടേൺ അയച്ചേക്കുവാണ്. ഇനിയിപ്പോൾ അത് ക്ലിയർ ചെയ്ത് വന്നിട്ടാണ് നമുക്ക് സാധനം കിട്ടുക എന്നുള്ളത്. അങ്ങനെ അവിടെ കുറച്ച് നേരം അവരോട് സംസാരിച്ച് പോസ്റ്റായിട്ട് ഇരിക്കേണ്ടിയും വന്നു. അവിടുന്ന് ബൈ പറഞ്ഞിറങ്ങി തൊട്ടടുത്ത ഗോൾഡൻ കപ്പിലൊന്ന് കയറി. എനിക്ക് കുറച്ചും കൂടെ ഓർണമെൻറ്റ്സ് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. അവിടുന്ന് മുമ്പ് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അതും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പിന്നെ നമ്മുടെ ഹെയർ ആക്സസറീസ് അങ്ങനത്തെ കണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കണമായിരുന്നു. പക്ഷേ അതൊന്നും അവിടെ എനിക്കിഷ്ടപ്പെട്ടതില്ല. അങ്ങനെ നമ്മളൊരു ചെയിൻ അവിടെ നിന്ന് ഓൾറെഡി എടുത്ത് നാളെ ചെറിയൊരു പരിപാടി ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ അതും എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് കോട്ടയ്ക്കൽ ഗോൾഡൻ കപ്പിലോട്ടാണ്. അപ്പോൾ അവിടെ ഇനി അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടോ എനിക്ക് പറ്റിയത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വെയിലായിരുന്നു, ഒരു രക്ഷയില്ല. ഫേസൊക്കെ ഓൾറെഡി ഡള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വയ്യ, ടാൻ അടിച്ച് പണ്ടാറടങ്ങാൻ വയ്യ എന്ന് തന്നെ പറയാം. അങ്ങനെ കോട്ടയ്ക്കൽ ഗോൾഡൻ കപ്പിലെത്തി. അവിടെ നിന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ സാധനമാണ്. ഇതിൻ്റെ വേറൊരു ഐറ്റമാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ അതവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ബൈ പറഞ്ഞിറങ്ങി. നമ്മളിനി നേരെ പോകുന്നത് കാലിക്കറ്റിലോട്ടാണ്. അവിടെ നിന്ന് എൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നേരെ അങ്ങോട്ട് പോകുന്നത്. ഒടുക്കത്തെ വെയിലായിരുന്നു. നിങ്ങളാരും ഈ പൊട്ടത്തരം ചെയ്യരുത്. വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് ദിവസം മുന്നെയാണ് ഞാൻ ഈ പൊട്ടത്തരമൊക്കെ ചെയ്തു വയ്ക്കുന്നത്. ഇത്രയും ലോങ് ഇത്രയും പൊരിവെയിലത്താണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ കാലിക്കറ്റ് എത്തി. ഫുഡ് കഴിക്കാൻ ബോംബെ ഹോട്ടലിലാണ് കയറിയത്. ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് വന്നു, അതൊക്കെ കഴിച്ചു. അപ്പോൾ അവൻ പറയായിരുന്നു അവനിനി കുറച്ച് റെസ്റ്റ് വേണം, നമുക്ക് കുറച്ച് നേരം എവിടെയെങ്കിലും പോയിരിക്കാം, എന്നിട്ട് നമുക്ക് ബ്ലൗസൊക്കെ വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നേരെ പോയത് കാലിക്കറ്റ് ബീച്ചിലോട്ടാണ്. അവിടെ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ ഇരിക്കുന്നു. റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ ബ്ലൗസ് വാങ്ങിക്കാൻ പോകാമെന്ന് കരുതി. നമ്മൾ SMലുള്ള നക്ഷത്ര എന്ന് പറഞ്ഞിട്ടുള്ള നക്ഷത്ര ഡിസൈൻസ് അവിടെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ അവിടുന്ന് ഇട്ട് നോക്കി, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം പെർഫെക്റ്റ് സ്റ്റിച്ചിങ് എന്നൊക്കെ പറയില്ലേ, ആ രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 5 ബ്ലൗസാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 5 അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പോണ വഴി ചിക്കിങ്ങിൻ്റെ ബോർഡ് കണ്ടപ്പോൾ അങ്ങോട്ടൊരു വലിവ്. നേരെ അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ പോയത് കേട്ടോ.